ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ നമുക്ക് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിച്ചിട്ട് ചില ഡെറിവേഷൻസ് അടക്കം ചെയ്യാനുണ്ട്. പക്ഷേ ഡെറിവേഷനായിട്ടല്ല അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്, അത് പ്രോബ്ലം രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സാമിന് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളതാണ്. ഇനിയും നമ്മളത് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ലോയിലേക്ക് കടക്കാം. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ പറഞ്ഞു നോക്കുക. എന്താ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ക്ലോസ്ഡ് പ്ലെയിൻ കർവ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ക്ലോസ്ഡ് കർവ്. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്ത് ഈ സ്ക്രീൻ എന്ന പ്ലെയിനിലാണ് ഈ ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്ത്. അപ്പോൾ ഈ ലൂപ്പിലൂടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ, കാരണം ഇവിടെ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡി എൽ എന്ന് വരാം. സർഫസ് ഇൻ്റഗ്രൽ ആകുമ്പോൾ ഡി എസ് ആയിരിക്കും ഉണ്ടാവുക. വോളിയം ഇൻ്റഗ്രൽ ആകുമ്പോൾ ഡി വി. അപ്പോൾ ഇവിടെ ലൈൻ ഇൻ്റഗ്രലാണ്. ഓക്കെ, ആരുടെ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എറൗണ്ട് എ ക്ലോസ്ഡ് കർവ്. ഇതാണ് ക്ലോസ്ഡ് കർവാണ് നമ്മൾ ഈ സർക്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രേഷൻ ഈസ് ഡൺ ഓവർ എ ക്ലോസ്ഡ് കർവ് ഓർ ക്ലോസ്ഡ് ലൂപ്പ്. അതാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ ലൂപ്പ് എന്നാണ്. പാസിംഗ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ ക്ലോസ്ഡ് കർവ് ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന ഈ ഏരിയ മനസ്സിലായില്ലേ? ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഇവിടെ നോക്കൂ, ഒരു കറണ്ട് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വയർ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ? ഐ കറണ്ട്. വേറൊരു ഒരു വയർ നോക്കൂ, അതിലൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, ലൈക്ക് ദിസ്, കണ്ടോ? സപ്പോസ് ദിസ് ഈസ് I1, ദിസ് ഈസ് I2. വേറൊരു കറണ്ട് കണ്ടക്ടർ നോക്കുക, ഇവിടുന്ന് ഇതിലെ അങ്ങോട്ട് പോകുന്നുണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. ദിസ് ഈസ് I2, ദിസ് ഈസ് I3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് ആഡ് ചെയ്താൽ μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ എന്താ വരിക? μ0 ഉണ്ട്. അപ്പോൾ നോക്കി, ഇതിൽ I1 I2 ഒരു ഡിറക്ഷനിലും I3 ഓപ്പോസിറ്റ് ഡിറക്ഷനിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ളതിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ നിങ്ങൾ പോസിറ്റീവ് സൈൻ കൊടുക്കണം, മറ്റേതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? I1 + I2 - I3 എന്നാണ് ഈ കേസിൽ കിട്ടുക, ഇവിടെ കൊടുത്തിട്ടുള്ള കേസിൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എനി ക്ലോസ്ഡ് പ്ലെയിൻ കർവ്. മീൻസ് ഒരു പ്ലെയിനിലായിരിക്കണം ആ കർവ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു പ്ലെയിനിൽ അല്ല, എങ്ങനെയൊക്കെ പോകരുത്. ഓക്കെ, പ്ലെയിൻ കർവ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇനഫാണ്. പാസിംഗ് ത്രൂ ദ ലൂപ്പ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I. മനസ്സിലായല്ലോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് വയർ. ലോങ് സ്ട്രെയിറ്റ് വയർ നോക്കുക, ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഇതുമൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതുമൂലം മാഗ്നറ്റിക് ഫീൽഡ് പല സ്ഥലത്തുണ്ട്. ഒന്ന് നോക്കൂ, ഔട്ട്സൈഡ് പോയിന്റ്. ഔട്ട്സൈഡിൽ R ഡിസ്റ്റൻസ് അകലെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 6 റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്ത് ഉണ്ടാവും, ഒരു സർക്കിൾ ഫോം ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കുക. അതായത് ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംപിയേഴ്സ് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലൂപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ലൂപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ലൂപ്പ് ഇമാജിൻ ചെയ്യണം. അപ്പോൾ എൻ ഇമാജിനറി ലൂപ്പ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് കോൾഡ് ആംപീരിയൻ ലൂപ്പ്. അതിനാണ് നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കുക. നമ്മൾ ഗോസിയൻ സർഫസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ആംപീരിയൻ ലൂപ്പ് കേട്ടോ. നമ്മൾ ഗോസിയൻ സർഫസ് എന്നൊക്കെ പറഞ്ഞ പോലെ ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഒരു കറണ്ട് കണ്ടക്ടറിൽ ചുറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ലൂപ്പ്
ആംപിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംപീരിയൻ ലൂപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, എനിവേ ഇവിടെ നോക്കൂ, ആർ ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റ് പി ഞാൻ മാർക്ക് ചെയ്തു. ഈ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനാണ് നോക്കൂ, ഞാൻ കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ആർ ഡിസ്റ്റൻസ് പി മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഇനി നോക്കൂ, ഇത് ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ഇനി നോക്കൂ, ഇതൊരു തിക്ക് വയറാണെങ്കിലോ, ഇതൊരു തിക്ക് വയറാണെന്ന് കരുതിക്കോളൂ, തിക്ക് വയർ. അതിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ എ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡിൽ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇൻസൈഡിൽ ആർ ഡിസ്റ്റൻസ് അകലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ താഴെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സ്ട്രെയിറ്റ് വയറാണ്. അതിൻ്റെ ഔട്ട്സൈഡിൽ വയറിൻ്റെ പുറത്തും ഇൻസൈഡിലുള്ള വ്യത്യസ്ത പോയിന്റുകളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ആദ്യം നമുക്ക് ഔട്ട്സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്, ബൈ ഹാർട്ട് ആക്കേണ്ടതാണ് ഫൈനൽ ഇക്വേഷൻ. ആംപിയർ സർക്യൂട്ടിലോ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളാണ് നോക്കേണ്ടത്. എന്ന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് എക്സാമ്പിളായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സാമിന് നമ്മൾ പ്രത്യേകം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. നോക്കൂ, ഇവിടെ വയറിൻ്റെ ഡയഗ്രമാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻസൈഡിലും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ തിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ഡയഗ്രത്തിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് കേസ് റെപ്രസെൻ്റ് ചെയ്യാൻ ഈ ഡയഗ്രം വരയ്ക്കലും നിർബന്ധമില്ല. ഫസ്റ്റ് കേസ് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ തന്നെ മതി. ഇത് അതിലൂടെ ഐ കറണ്ട് പോകുന്നു, എന്നിട്ട് ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ പി പോയിൻ്റ്. അപ്പോൾ ആ പിയിലൂടെ നമുക്ക് ആർ റേഡിയസിലുള്ള ഒരു സർക്കുലർ ലൂപ്പ്, ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതി. അപ്പോൾ അത് എല്ലാത്തിനും ഒരു കോമൺ ഡയഗ്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ഡയഗ്രം വെച്ച് ഞാൻ സംസാരിക്കും. ആദ്യം ഈ ഡയഗ്രം ഒന്ന് മനസ്സിലാക്കിക്കോളും. ഞാൻ നോട്ട്സിലും ഈ ഡയഗ്രാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലൂടെ ഐ കറണ്ട് പോകുന്നു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഉള്ളൊരു പോയിന്റ് പി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആർ റേഡിയസ് ഉള്ള ഒരു ആംപീരിയൻ ലൂപ്പ് എടുത്തു. ഈ ലൂപ്പിനെ 2 എന്ന് പേര് കൊടുത്തു. കൺസിഡർ ദ ആംപീരിയൻ ലൂപ്പ് 2. ഓക്കെ, നമ്മളിതാ ഇവിടെ ആംപിയർ സർക്യൂട്ടിലോ യൂസ് ചെയ്യാൻ പോവാം. എന്താ ആംപിയർ സർക്യൂട്ടിലോ, ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ LHS സോൾവ് ചെയ്യാൻ പോവാം. നോക്കിക്കോളൂ. അപ്പോൾ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു നമ്മൾ ഏതിൽ, അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഈ ഒരു ഡിറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഈ ഡിറക്ഷനിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ചെറിയ ചെറിയ എലിമെൻ്റ് ആണ്. അപ്പോൾ ആ ഡി എല്ലും അതേ ഡിറക്ഷനിൽ തന്നെ എടുക്കുക. അപ്പോൾ ഡി എല്ലും സെയിം ഡിറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 സെക്കൻഡ്, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. നോക്കും, സപ്പോസ് ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് കണ്ടക്ടർ എങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് കറണ്ട് കാരിയും കണ്ടക്ടറാണ്. ഇതിൻ്റെ ചുറ്റുമല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലുള്ള പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആർ റേഡിയസ് ഉള്ള സർക്കുലർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെ ഉണ്ടാവുക. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് അങ്ങനെയാണ് ഈ ഡിറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ആ ഡിറക്ഷനിൽ തന്നെ ഡി എൽ കൊടുക്കുക. അപ്പോൾ ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എത്ര വരും? നമുക്ക് ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. cos 0 ഈക്വൽ ടു 1 ആണ്. cos 0 ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ശരിക്കും കിട്ടുന്നത് ബി ഡി എൽ കോസ് 0 എന്നാണ് കേട്ടോ. ബി ഡി എൽ കോസ് 0, cos 0 എത്രയാണ്? 1. അപ്പോൾ ബി ഡി എല്ലിൽ മാത്രമായി. അപ്പോൾ ബി ഡി എല്ലിൽ മാത്രമാണെങ്കിൽ നമുക്കറിയാം വയറിൽ നിന്ന് തുല്യ ഡിസ്റ്റൻസ് അകലെയാണ് ഈ പോയിന്റുകൾ കംപ്ലീറ്റ്. അപ്പോൾ അവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ ബി. ദെർഫോർ ബി ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്തു. അപ്പോൾ ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ഈക്വൽ ടു ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ഡി എൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ലൂപ്പ്. അത്ര 6 റേഡിയസുള്ള ലൂപ്പ് ആകുമ്പോൾ ബി 2πr. മനസ്സിലായല്ലോ? ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താണ് ആംപിയർ സർക്യൂട്ട് ലോ? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് അല്ലേ? ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് നമുക്ക് വിളിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഈ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. അതെത്ര? ബി ഇൻറ്റു 2πr.
ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ ഇ. ക്ലിയർ? ഓക്കെ, ഇനി ഐ ഇ എന്താ നോക്കാം. ഐ ഇ എന്ന് പറഞ്ഞാൽ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന മൊത്തം കറണ്ട്. നോക്കൂ, ഇവിടെ എൻറ്റയർ വയർ ലൂപ്പിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. വയറിലൂടെ പോകുന്ന കറണ്ട് എത്ര? ഐ. അപ്പോൾ ഐ ഇ നമ്മുടെ കേസിൽ എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ. Therefore ഇനി ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2πr. ഫിനിഷ്ഡ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കുലാർ കറണ്ട് ലൂപ്പിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എത്ര പഠിച്ച്? മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2r, വേർ r ഈസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ് കേട്ടോ. r ഈസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പാണ് അവിടെ. അല്ലെങ്കിൽ സ്മോൾ ആറോ ക്യാപിറ്റൽ ആറോ എയോ എന്താ വേണ്ടി യൂസ് ചെയ്യാം. എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. റേഡിയസ് ഇതല്ല. ഇതിവിടെ ആർ എന്ന് പറഞ്ഞാൽ വയറിൽ നിന്നും ഏതൊരു പോയിന്റാണോ നമ്മൾ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കണ്ടെത്താൻ പോകുന്നത് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായല്ലോ? ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കലും മസ്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ബി സി ഈക്വൽ ടു മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2πr. അപ്പോൾ നമുക്ക് ദസ് ബി പ്രൊപ്പോർഷണൽ ടു 1/r വെൻ ആർ ഗ്രേറ്റർ ദാൻ എ. ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സൈഡിലാണ്. മനസ്സിലായില്ലേ? എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി വയർ. റേഡിയസ് ഓഫ് ദി വയർ ചെറുതും ആറ് വലുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് പുറത്താണ്, വയറിൻ്റെ പുറത്താണ് എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷനാണ് ഞാൻ അടുത്ത് ഫൈൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡിറക്ഷൻ ഫൈൻഡ് ചെയ്യാനുള്ള റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പലതും ഉണ്ട് കേട്ടോ, കൺഫ്യൂഷൻ ആയത്. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കറണ്ട് ഏത് ഡിറക്ഷനിലാണോ. അപ്പോൾ നോക്കൂ, അവിടെ ഇപ്പോൾ കറണ്ട് മേലോട്ടാണെങ്കിൽ റൈറ്റ് ഹാൻഡ് എടുക്കുക, തമ്പ് കറണ്ടിൻ്റെ ഡിറക്ഷനിൽ പിടിക്കുക. അപ്പോൾ ഫിംഗേഴ്സ്, കേളിങ് ഫിംഗേഴ്സ് റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. കണ്ടോ? ഇപ്പോൾ കറണ്ട് മേലോട്ടാണ് ഇങ്ങനെ. ഇവിടെ ഇതിൽ കറണ്ട് താഴോട്ടാണ്. കറണ്ട് താഴോട്ടാണ് ഇങ്ങനെ പിടിച്ചിട്ട് കറണ്ടോ ഇല്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കില്ല. കണ്ടോ? കറണ്ട് താഴോട്ട്, തമ്പ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. മറ്റേത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഗ്രാസ്പ് ദ ഫിംഗർ in the right hand with your extended thumb, means stretched thumb, pointing in the direction of the current. Then your fingers will curl around the direction of the magnetic field. അതൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇൻസൈഡിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അതായത് കറണ്ട് ക്യാരിങ് വയറിൻ്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസൈഡിലെ പോയിന്റ് ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഇൻസൈഡിലൊരു പോയിന്റ് നോക്കുക. ഇൻസൈഡിൽ ഇവിടെ ഒരു പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ആ പോയിന്റ് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ശരിക്കും. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇതിങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെയാണ് വയറെങ്കിൽ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ അലോങ് ദ ആക്സിസ് അല്ല, സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. പക്ഷേ ഈ ഡയഗ്രാം ഇത്തിരി മിസ്ലീഡിങ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം തന്നെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ. ഇത് വയറാണെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡിൽ ആക്സിസുമല്ല ഉള്ള ഒരു പോയിന്റ്, അതാണ് സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്ന് ആക്സിസിൻ്റെ മുകളിലുള്ള ഒരു പോയിന്റ്, ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് ദ വയർ. അവിടുന്ന് എലോങ് ദ ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്നാണ് ഇത് കണ്ടാൽ തോന്നുക. അല്ല, ആക്സിസിന് പെർപെൻഡിക്കുലർ റേഡിയസിലൂടെ ഉള്ള ഡിസ്റ്റൻസ് ആണ്. അല്ലോ, റേഡിയസിലൂടെ ഡയമീറ്ററിലൂടെ ഉള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ സ്മോൾ ലെറ്റർ ആർ വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പി എന്ന പോയിന്റ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, റേഡിയസ് ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഏതാണോ നമ്മൾ പോയിന്റ് എടുത്തത് ആ പോയിന്റിലൂടെ വയറിൻ്റെ ആക്സിസ് ഉണ്ടോ, വയറിൻ്റെ ആക്സിസിന് ചുറ്റും ഒരു സർക്കുലാർ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. മനസ്സിലായല്ലോ? ഞാൻ വീണ്ടും പറയുന്നു, പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിരിക്കണം നമ്മുടെ ലൂപ്പിൻ്റെ പ്ലെയിന് വരേണ്ടത് കേട്ടോ. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിരിക്കണം ലൂപ്പിൻ്റെ പ്ലെയിന് വരേണ്ടത്. ഈ ഡയഗ്രാം കണ്ടാൽ അങ്ങനെ തോന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഓക്കെ, എഗെയിൻ നേരത്തെ പോലെ നോക്കൂ. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബിനെ പുറത്താക്കി ഡി എൽ, ഓക്കെ, ഈക്വൽ ടു ബി ഇൻറ്റു 2πr. വെയിറ്റ് പക്ഷേ നേരത്തെ ആറും ഡിഫറൻസ് ഉണ്ട്.
അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെൻ്റ് തന്നെ. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇങ്ങനെ ചുറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ഫീൽഡിൻ്റെ ഡിറക്ഷനിൽ നമ്മൾ ഡി എൽ എടുക്കുക. അവിടെ ആറിൻ്റെ വാല്യൂ നേരത്തെ ഇതേ സാധനം തന്നെ എഴുതിയത് തെറ്റിദ്ധരിക്കരുത്, ഡിഫറൻസ് ഉണ്ട്. നേരത്തെ ആറല്ല ഇപ്പോഴത്തെ ആറ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ദിസ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ എന്നാണല്ലോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻക്ലോസ്ഡ്. അവിടെയാണ് പ്രശ്നം. നേരത്തെ ഐ എൻക്ലോസ്ഡ് നമ്മൾ ഫുൾ ഐ എടുത്തത്, കാരണം അത് ആ പോയിന്റ് പുറത്തായിരുന്നല്ലോ, ഇതിലൂടെ ആയിരുന്നല്ലോ ഫുൾ കറണ്ടും പാസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഡോട്ടഡ് ലൈൻ നിങ്ങൾ കണ്ടല്ലോ, അതിലൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ഏരിയ മാത്രം എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിലൂടെ പോകുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഐ കറണ്ട് മൊത്തം ഏരിയയിലൂടെ പോകുന്നത്, അതാണത് മൊത്തം ക്രോസ് സെക്ഷനിലൂടെ പോകുന്നത്. ഹിയർ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് ഈസ് നോട്ട് ഐ കറണ്ട് ഫുള്ള് ഈ ചെറിയ ലൂപ്പ് കൂടെ പോകുന്നില്ല, ബട്ട് ലെസ് ദാൻ ദിസ് വാല്യൂ സിൻസ് ദ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണിഫോം. ഈ കറണ്ട് മൊത്തം ക്രോസ് സെക്ഷനിലൂടെ തുല്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കറണ്ട് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാം. മനസ്സിലായോ? യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ ഏരിയ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ, പിന്നെ ഇതിൻ്റെ ഏരിയ നോക്കി അതിനിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മൊത്തം കിട്ടും. അപ്പോൾ കറണ്ട് പെർ യൂണിറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കറണ്ട് പെർ യൂണിറ്റ് ഏരിയ നോക്കാം നമുക്ക് എന്താ സാധനം. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഒന്ന് ഇവിടെ നോക്കും. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ കൊണ്ട് ഉദ്ദേശിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ടോട്ടൽ കറണ്ട് എത്ര? ഐ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എത്ര? പൈ എ സ്ക്വയർ. ഇതാണ് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇൻറ്റു നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഏരിയയിലൂടെ പോണ കറണ്ട്, ഒരു ഏരിയയിലൂടെ പോകുന്ന കറണ്ടാണ് ഐ ബൈ പൈ എ സ്ക്വയർ. അപ്പോൾ ഈ ഏരിയയിലൂടെ പോകുന്നത് എത്രയും പൈ ആർ സ്ക്വയർ ഉണ്ടോ, പൈ ആർ സ്ക്വയർ. അപ്പോൾ ഇത് മൊത്തം ഇത്രയും ഭാഗം എന്തേ ഉള്ളൂ, ഇതേ എന്തേ ഉള്ളൂ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഇനി ടോട്ടൽ കറണ്ട് പാസിങ് ത്രൂ ദ ലൂപ്പ് 1, ഇതിനാണ് ലൂപ്പ് 1 കൊടുത്ത്. അപ്പോൾ ലൂപ്പ് 1ലൂടെ പോകുന്ന കറണ്ട് അപ്പോൾ എത്ര? ഐ ഇ കറണ്ട് എൻക്ലോസ്ഡ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു അതിൻ്റെ ഏരിയ എത്ര? പൈ ആർ സ്ക്വയർ. അതാണ് ഇവിടെ കൊടുത്തത് കണ്ടോ, ഐ ബൈ പൈ എ സ്ക്വയർ. അത് കണ്ടോ, ഇൻറ്റു പൈ ആർ സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ കറണ്ട് ത്രൂ ദ ലൂപ്പ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഒക്കെ ക്യാൻസൽ ചെയ്തു, ഐ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇനി കഴിഞ്ഞ പ്രശ്നമില്ല. ഇനി നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ആംപിയർ സർക്യൂട്ടല്ലോ, ഇത് 1ഉം 2ഉം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആംപിയർ സർക്യൂട്ടല്ലോ പറഞ്ഞത് μ0 അല്ലെ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് ലൂപ്പ് ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ഐ എന്നാണ്. അതിൽ ഈ പാർട്ട് നമ്മൾ ഇക്വേഷൻ 1 എന്നും ഈ പാർട്ട് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ 1 ഉണ്ടോ, ബി ഇൻറ്റു 2 പൈ ആർ ഈക്വൽ ടു μ0 ടൈംസ് ഐ. ആ ഐ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഐ എൻക്ലോസ്ഡ് ആണ്. ആ ഐ എൻക്ലോസ്ഡ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടല്ലോ, റെഡി. അത് ഫോർ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീനെ നമ്മൾ അവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്ന് μ0 ഐ ഡിവൈഡഡ് ബൈ 2 പൈ എ സ്ക്വയർ ഇൻറ്റു ആർ. കണ്ടല്ലോ, ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ബേസിക്കലി μ0 ഐ ഡിവൈഡഡ് ബൈ 2 പൈ എ സ്ക്വയർ ഇൻറ്റു ആർ. മനസ്സിലായല്ലോ? And it is very clear that here magnetic field intensity is directly proportional to distance where r less than a. r less than a എന്ന് പറഞ്ഞാൽ റേഡിയസിനേക്കാളും ചെറുതാണെന്ന് അർത്ഥം. അപ്പോൾ ഇക്വേഷൻ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു ഗ്രാഫ് കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത്. ആ ഗ്രാഫാണ് ഞാൻ താഴെ കാണിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറായ ഒരു കാര്യമാണ്. ഇൻസൈഡിൽ ബി പ്രൊപ്പോർഷണൽ ടു ആർ നമ്മൾ കണ്ടു. ഔട്ട്സൈഡിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഔട്ട്സൈഡിലെ ഇക്വേഷൻ ഭയങ്കര ഫേമസ് ആണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ബൈ ഹാർട്ടിൽ വേണം. μ0 ഐ ഡിവൈഡഡ് ബൈ 2 പൈ ആർ. ഇതാണ് ഔട്ട്സൈഡിൽ. ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ദ ഗ്രാഫ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ആർ ആണ്, എക്സ് ആക്സിസിൽ കൊടുത്ത് ആർ ഈക്വൽ ടു എ എന്ന് വെച്ചാൽ റേഡിയസ് ആണിത്. എന്ന് വെച്ചാൽ ഈ പോയിന്റ് വരെ എന്താണ്, സെൻറ്ററാണ്, മീൻസ് സർഫസ് ആണ്. ഇൻസൈഡ് ആണ് ഇതുവരെ ഉള്ളത്. ഇത് സർഫസ് ആണ് കേട്ടോ, ഇത് സർഫസിലാവുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ കൊടുത്താൽ മതി. μ0 ഐ ഡിവൈഡഡ് ബൈ 2 പൈ എ അല്ലേ. μ0 ഐ ഡിവൈഡഡ് ബൈ 2 പൈ എ. എ മീൻസ് ദ റേഡിയസ്.
ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് അത്ര നിസ്സാരമാക്കി പോകരുത്. ഇത് നമ്മളോട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് എന്ന ധാരണ എല്ലാവർക്കും വേണം. ഓക്കെ, ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.